ഭരണങ്ങാനം പഞ്ചായത്ത് 9-ാം വാർഡിൽ അയമ്പാറയിലാണ് ജനവാസ കേന്ദ്രത്തിൽ റോഡിനോട് ചേർന്ന് കള്ളുഷാപ്പ് ആരംഭിക്കുന്നത്. 2022-ൽ പച്ചക്കറിക്കട തുടങ്ങാൻ എന്ന വ്യാജേന ലൈസൻസ് എടുത്ത ശേഷം കള്ളുഷാപ്പ് ലൈസൻസിലുള്ള നീക്കം നടത്തിയതോടെയാണ് ജനങ്ങൾ സംഘടിച്ചത്. ചുറ്റും വീടുകളും സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് കാത്തുനിൽക്കുന്ന സ്ഥലവുമായ ഇവിടെ കള്ളുഷാപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിരിക്കുകയും സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. മാത്രമല്ല ഇതിലെ കുട്ടികളൊക്കെ ട്യൂഷന് പോവുകയും ട്യൂഷനൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് രാത്രി 7 മണി 7:30 സമയത്ത് കുട്ടികളൊക്കെ തിരിച്ചു പോകുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. പത്രത്തിൽ ഇവിടെ ഒരു ഷാപ്പ് വന്നു കഴിയുമ്പം അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നാലുംകുടിയ കവലയിലെ നൂറുകണക്കിന് പിള്ളേർ ഇവിടെ വന്ന് ഇറങ്ങുകയും അതുപോലെ വാഹന സൗകര്യത്തിനായിട്ട് എത്തപ്പെടുകയും ചെയ്യുന്ന ഈ സ്ഥലത്ത് കുട്ടികൾ യഥേഷ്ടം ഏത് സമയത്തും ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഒരു 4 മണിക്കും 8 മണിക്കും ഉള്ള സമയത്ത് ഒരു 50ഓളം കുട്ടികൾ ഇവിടെ നടന്ന് യാത്ര ചെയ്യുന്നതാണ്. ആ കുട്ടികൾക്കെല്ലാം ദോഷമാകും. ഈ പ്രദേശത്തുള്ള ആൾക്കാരല്ല ഇവിടെ മദ്യപാനമായിട്ട് വരുന്നത്. മറ്റ് പ്രദേശത്തു നിന്ന് വന്നിട്ട് ഉണ്ടാകുന്ന ശല്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ വ്യാകുലപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഷാപ്പ് ഇവിടെ നിർമ്മിക്കാനും ഇവിടെ വിൽക്കാനും ഉപയോഗിക്കുന്ന ഈ കെട്ടിടവും അതുപോലെ ഈ ഷാപ്പും നമുക്കിവിടെ ആവശ്യമില്ല. 50 മീറ്റർ പോലും അകലെയല്ലാതെയാണ് സ്ഥലത്തെ അംഗൻവാടിയുള്ളത്. പ്രതിഷേധവും പരാതികളും ശക്തമായതോടെ ഷാപ്പ് ഇവിടെ ആരംഭിക്കാനാകാതെ പോവുകയായിരുന്നു. ഒരു റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റി കച്ചവടം ആരംഭിച്ചുവെങ്കിലും ഇവിടെ കച്ചവടം കുറവാണെന്ന പേരിലാണ് ഇപ്പോൾ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുന്നത്. ആവശ്യമായ ലൈസൻസ് നേടിയാണ് ഷാപ്പ് തുടങ്ങുന്നതെന്നാണ് ഉടമയുടെ വാദം. 4 മണിയോടെ ഇവിടെ കള്ളെത്തിച്ചു എന്ന വാർത്ത പരന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ സംഘടിക്കുകയായിരുന്നു. നൂറുകണക്കിന് വീടുകൾ അടുത്തടുത്ത്, അത് നൂറുകണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് പുതിയതായിട്ടൊരു ഷാപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെ പെട്ടെന്ന് 5 മണിക്ക് ഷാപ്പിൽ വിൽപ്പന ആരംഭിക്കുകയും ഏറെ ജനവാസ കേന്ദ്രമായ ഈ അയ്യമ്പാറ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ബസ് കയറാനും മറ്റുമൊക്കെ ഈ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് കയറാൻ വേണ്ടി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന ഈ ഷാപ്പ് ഈ നാട്ടിൽ പാടില്ല എന്നും ഇന്ന് ഒരു സൂചന സമരം ഇന്നു മുതൽ തുടങ്ങുകയും വരും ദിവസങ്ങളിൽ ഈ സമരം ഘടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഈ ജനകീയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മദ്യവിരുദ്ധ സമിതി, അതായത് ഈ ഷാപ്പ് വിരുദ്ധമായ ഒരു സമര സമിതി രൂപീകരിക്കുകയും വളരെ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും നാട്ടിൽ ഷാപ്പ് വേണ്ട എന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റ ഏകസ്വരത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ ഷാപ്പിനെതിരെയുള്ള സമര പരിപാടികൾക്ക് കളക്ടർ ഉൾപ്പെടെ അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉള്ളവർക്ക് എല്ലാവർക്കും പരാതി ഇന്ന് തന്നെ നൽകും. സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഷാപ്പ് നടത്താൻ ആവശ്യമായ രേഖകളുണ്ടെന്നും ജനങ്ങൾ നിയമപരമായി നീങ്ങണമെന്നുമാണ് പോലീസിന്റെ നിലപാട്. ചുറ്റും വീടുകളും ബസ് സ്റ്റോപ്പും സമീപത്ത് അംഗൻവാടിയും ഉള്ളത് പരിഗണിക്കാതെ ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ.